നമസ്കാരം. ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം. ഇന്ന് പഞ്ചമ സർഗം ആരംഭിക്കാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കളവേണൂരവകളായ നീല കമലാചുംബനലംബടോതിരമ്യ അളിബോധൈവാരവിന്ദൻ മധ്യേ രമതാമൈഹ്യതി ദേവകീ കിശോര. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. മണിപ്രവാളം പഞ്ചമ സർഗം. കാലക്രമേണ മുസലായുധമാധവന്മാർ ബാലത്വമാകിന ദശാന്തമതിക്രമിച്ചു. ബാലാംഗനാജനമനോഹരമാരലീല ലോലാന്തരംഗരസകാലമലങ്കരിച്ചു. രാമകൃഷ്ണന്മാർ കാലക്രമത്തിൽ ബാല്യാവസ്ഥയെ അതിക്രമിച്ച് കൗമാര സ്ഥിതിയിലേക്ക് വന്നു. ബാലസ്ത്രീ ജനത്തിന് മനോഹരമായ കാമകേളിയിൽ ആസക്തമായ മനസ്സിലെ രസത്തോടുകൂടിയ കാലത്തെ അലങ്കരിച്ചു. അതായത് അവർ കൗമാരകാലത്തിലേക്ക് അടുത്തു എന്നാണ് പറയുന്നത്. കാണ്ടീരകാനുഗതരാകിന രാമകൃഷ്ണോ ബാണ്ടീരകാക്യവടവൃക്ഷതടം ഗമിച്ചാർ. അന്യോന്യമമ്പടുകളിച്ചവ വരിപ്രകാരം ജന്യം തുടങ്ങി ജഗദീപതി സേവകന്മാർ. അനന്തരം കാണ്ടീരകന്മാരും രാമകൃഷ്ണന്മാരും ബാണ്ടീരകം എന്നുപേരായ വടവൃക്ഷം, അതായത് പേരാല് തടത്തെ പ്രാപിച്ച് ലോകനാഥൻ്റെ സേവകന്മാരായ കാണ്ടീരകന്മാരും രാമകൃഷ്ണന്മാരും സ്നേഹപൂർവം അന്യോന്യം കളിച്ച് രമിച്ച് ഇരിക്കുകയായിരുന്നു. അതിൽ അവർ യുദ്ധവും ഉണ്ടായിരുന്നു. അവരുടെ കളിയിൽ ചെറിയ ചെറിയ യുദ്ധങ്ങളും ഉണ്ടായിരുന്നു. തോൽക്കുന്നവൻ പത ജയിച്ചവനെ ഗളാന്തേ പാർക്കാതെ കണ്ടുടനെടുത്തു നടക്ക വേണം. ഇത്തം പരസ്പരമുറച്ചത ബാലകന്മാർ യുദ്ധം തുടങ്ങി വടവൃക്ഷതടപ്രദേശേ. യുദ്ധത്തിൽ തോൽക്കുന്നവർ ജയിച്ചവനെ ചുമലിൽ എടുത്ത് കയറ്റി താമസിയാതെ നടക്കണം. അതാണ് അവരുടെ യുദ്ധം തോൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഉടമ്പടി. ഇങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ച് ബാലകന്മാർ വടവൃക്ഷത്തിൻ്റെ കടക്കൽ വെച്ച് യുദ്ധം ആരംഭിച്ചു. അപ്പോൾ പ്രലംബതനുജൻ പശുപാലവേഷം കെൽപ്പോടു പൂണ്ടു നടനണഞ്ഞുരണം തുടങ്ങി. മുൽപ്പാടു രാമനോടു തോറ്റുകളാന്തരാളെ ദർപ്പേണ രാമനെ വഹിച്ചു തിരിച്ചു വേഗാൽ. ആ അവസരത്തിൽ പ്രലംബൻ എന്നു പേരായ അസുരൻ ഗോപവേഷത്തെ മായാശക്തി കൊണ്ട് ധരിച്ചു വന്ന് യുദ്ധം തുടങ്ങി. അവൻ ആദ്യമായി തന്നെ ബലരാമനോട് യുദ്ധത്തിൽ തോറ്റിട്ട് അഹങ്കാരത്തോടെ രാമനെയും തുകളിൽ കയറ്റി വേഗത്തിൽ നടന്നു. രാമനെ തോളിൽ കയറ്റിക്കൊണ്ട് നടന്നു. ഭാരം പൊറാഞ്ഞു നിജവേഷമുടൻ ഗൃഹീത്വാ ദൂരത്തുയർന്നു ഗഗനേ ഗമനം തുടങ്ങി. സീരായുധൻ ധടിതി മുഷ്ടികൾ കൊണ്ടു കുത്തി പാരാതെ കണ്ടവനെയും ശമനന്നു നൽകി. അപ്പോൾ ആ അവസരത്തിൽ ആ അസുരൻ ബലഭദ്രൻ്റെ ഭാരം സഹിക്കവയ്യാതെ തൻ്റെ മായാവേഷം ഉപേക്ഷിച്ച് വളരെ ദൂരത്തേക്ക് ഉയർന്ന് ആകാശത്ത് സഞ്ചരിച്ചു തുടങ്ങി. ബലരാമൻ പെട്ടെന്ന് മുഷ്ടികൾ കൊണ്ട് കുത്തി കൂസൽ കൂടാതെ അവന് കാലന് നൽകി, കൊന്നു. അതാണ് പറയുന്നത്. അക്കാലം
അക്കാലമപ്പശുകലം ബഹുദൂരെ ദിക്കും മറന്നത വിശന്നു തളർന്നു നിന്നു. പുല്ലില്ല തത്ര ജലമില്ല മരങ്ങളില്ല, വല്ലാത്ത വേനലുമണഞ്ഞു വലഞ്ഞു പാരം. അക്കാലത്ത് ആ പശുക്കൂട്ടങ്ങൾ വളരെ ദൂരെ പോയി ദിക്കും എല്ലാം മറന്ന് വിശന്ന് തളർന്നു നിൽക്കുകയായിരുന്നു. അവിടെ പുല്ലോ ജലമോ മരങ്ങളോ ഉണ്ടായിരുന്നില്ല. വല്ലാത്ത വെയിൽ കൊണ്ട് അധികമായി അവർ വലഞ്ഞുപോയി. നീളെ തിരഞ്ഞു ഭഗവാൻ അവിടേക്കു ചെന്നു. കാളാംബുജാളി കമനീയ കടാക്ഷശാലി, ചീളെന്നു വല്ലഭജനങ്ങളും അത്ര ചെന്നു. കാളുന്ന വന്നി സമപാദ കാളുന്ന വന്നി സമമാതപമെത്ര ഘോരം. കാളാംബുജാളി കമനീയ കടാക്ഷശാലി എന്ന് പറയുമ്പോൾ കാളാംബുജാളി പോലെ മനോഹരമായ കടാക്ഷങ്ങൾ കൊണ്ട് ശോഭിക്കുന്നവൻ, നീലത്താമരപ്പൂക്കളുടെ സമൂഹം കൊണ്ട് ആ നീലത്താമരപ്പൂക്കളുടെ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം പോലെ ഉള്ള നോട്ടം ആണ് ഉണ്ടായിരുന്നത്. ആ നീലത്താമരപ്പൂക്കൾ പോലെ മനോഹരമായ കണ്ണോട്ടങ്ങൾ ശോഭിക്കുന്ന ഭഗവാൻ പശുക്കളെ തിരഞ്ഞ് അവിടേക്ക് ചെന്നു. ഉടനെ ഗോപന്മാരും അവിടെ എത്തി. അവിടെ കത്തിക്കാളുന്ന അഗ്നിക്കു സമമായ വെയിൽ ഉണ്ടായിരുന്നു. കഞ്ചായ താക്ഷനതു നേരം അടുത്തു കണ്ടു. മുഞ്ചാടവി പടലമൻപൊടു ശീതശീതം. അക്കാട്ടിലാക്കി ബദഗോക്കളെ വേഗമോടെ തൽക്കാലമാശു പിടിപെട്ടിതു കാട്ടുതീയും. പെട്ടെന്ന് ഭഗവാൻ ആ അവസരത്തിൽ അതിശൈത്യമുള്ള മഞ്ഞക്കാടുപടലം അടുത്തു കണ്ടു. അവിടുന്ന് ദയാപൂർവം പശുക്കളെ വേഗം കാട്ടിലേക്ക് ആക്കി. ആ സമയത്ത് തന്നെയാണ് അവിടെ പെട്ടെന്ന് കാട്ടുതീയും പടർന്ന് പിടിച്ചത്. അതായത് മഞ്ഞുള്ള കാട്ടിലല്ല കാട്ടുതീ പടർന്ന് പിടിച്ചത്, പശുക്കൾ മുൻപേ നിന്നിരുന്ന കാട്ടിൽ ആയിരുന്നു കാട്ടുതീ പടർന്ന് പിടിച്ചത്. അയ്യോ മഹാഗ്നി പിടിപെട്ടു ദഹിച്ചു ദേഹം, പൊയ്യല്ല കൃഷ്ണ ശരണം ശരണം ത്വമേകം. ഏവം വിളിച്ചു കരയുന്ന ജനത്തെ നോക്കി ദേവൻ മുകുന്ദനരുൾ ചെയ്തിതു മന്ദഹാസി. കാട്ടുതീ, അയ്യോ കൃഷ്ണ, കാട്ടുതീ പിടിപെട്ട് ദേഹമിതാ ദഹിക്കുന്നു. ഇത് കളവല്ല, നീ ഞങ്ങളെ ഒരു നീയേ ഞങ്ങൾക്ക് ഒരു രക്ഷയ്ക്കായിട്ടുള്ളൂ എന്ന് പ്രകാരം പറഞ്ഞ് ജനങ്ങൾ ഭഗവാനെ വിളിച്ച് കരയുകയായിരുന്നു. അപ്പോൾ മുകുന്ദൻ ഭഗവാൻ പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു, താപം വെടിഞ്ഞു നിജ നേത്രമടച്ചു നിൽപ്പിൻ, ഗോപാലരെ വിരവിലെന്നരുൾ ചെയ്ത നേരം. ഗോപാല രക്ഷികളടച്ചു മിഴിക്കുമപ്പോൾ ആവുന്ന തീയുമടവീ തടവുന്ന ദൃഷ്ടം. അല്ലയോ ഗോപാലന്മാരെ, നിങ്ങൾ വേഗം ദുഃഖം കളഞ്ഞ് സ്വന്തം കണ്ണുകൾ അടച്ച് നേരെ നിൽക്കുവിൻ എന്ന് ഭഗവാൻ അരുളി ചെയ്തു. ആ അവസരത്തിൽ ഗോപാലന്മാർ കണ്ണുകൾ അടച്ചു മിഴിച്ചു. അപ്പോൾ ആ വന്ന തീയും കാനന തടവും അവിടെ കാണാനില്ല. എല്ലാം ഭഗവാന്റെ മായ എന്നല്ലാതെ എന്താ പറയുക അല്ലേ? ഇന്ന് 10 ശ്ലോകങ്ങൾ ചൊല്ലി പഞ്ചമസർഗത്തിലെ ബാക്കി നാളെ ചൊല്ലാം. എല്ലാവരും മണിപ്രവാളം കേൾക്കുക, ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു.